വെൽക്കം ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ മുഫീദ. മക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷം? കാണാൻ നിങ്ങൾക്ക് സ്കൂളൊക്കെ തുറന്നല്ലേ? നമ്മളിപ്പോൾ ഒരു പഠിപ്പ് മൂഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഫിസിക്സിന്റെ കേസിൽ നമുക്ക് പഠിക്കാനുള്ള ഫസ്റ്റ് ചാപ്റ്റർ ആണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്. അളവുകളെ കുറിച്ചിട്ടും യൂണിറ്റുകളെ കുറിച്ച് പഠിക്കുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വളരെ രസകരമായിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഈ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പം ഈ ചാപ്റ്റർ സിമ്പിൾ ആവണമെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതായത് നമ്മുടെ 5th 6th 7th നമ്മൾ പഠിച്ച കുറച്ച് കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും ടീച്ചർ ക്ലാസ് എടുക്കുന്ന സമയത്ത് ടീച്ചർ പറയും, ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതല്ലേ എന്ന് പറയും. ആ സമയത്ത് നമ്മളിങ്ങനെ അല്ലേ, അങ്ങനെ ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ എടുക്കുന്ന സമയത്ത് നിങ്ങൾ പ്രോ ആയിരിക്കും നിങ്ങളെ ക്ലാസ്സിൽ. സോ നോക്കാല്ലേ എന്തൊക്കെയാണ് ആ കാര്യങ്ങളെന്ന്. സോ ഫസ്റ്റ് നമ്മൾ ലെങ്തിനെ കുറിച്ചിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ലെങ്തിൻ്റെ യൂണിറ്റുകളെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് കേട്ടോ. നമുക്കറിയാം ലെങ്ത്തിന് ഒരുപാട് യൂണിറ്റ്സ് ഉണ്ട് അല്ലേ? സെൻറ്റിമീറ്ററിൽ പറയാം, മീറ്ററിൽ പറയാം, കിലോമീറ്ററിൽ പറയാം. പിന്നെ മുകളിലോട്ട് പോവുകയാണെങ്കിൽ വേറെ ഒരുപാട് യൂണിറ്റുകളുണ്ട്, താഴോട്ട് വരികയാണെങ്കിൽ വേറെയും ഒരുപാട് യൂണിറ്റുകളുണ്ട്. അപ്പം ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് യൂണിറ്റുകളാണ് മീറ്റർ, അതുപോലെ തന്നെ കിലോമീറ്റർ, അതുപോലെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കണം മില്ലിമീറ്റർ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം ഒരുപാട് യൂണിറ്റ്സിനുണ്ട് അല്ലെ? അതിൽ നിന്നും ബേസിക് ആയിട്ടുള്ള യൂണിറ്റ് ഏതാണ്, അല്ലെങ്കിൽ അടിസ്ഥാന യൂണിറ്റ് ഏതാണെന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ പറയണം ആരാണ്? മീറ്ററാണ്. അത് ആരാണ്? മീറ്ററാണ്. മീറ്റർ നമ്മൾ എം എന്ന് പറയുന്ന സിമ്പിൾ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക കേട്ടോ. സ്മോൾ ലെറ്റർ എം ഇടാൻ ശ്രദ്ധിക്കണം. അതുപോലെ നമ്മൾ യൂണിറ്റ് എഴുതുന്ന സമയത്തും മീറ്റർ എന്നൊക്കെ എഴുതുന്ന സമയത്ത് ഫസ്റ്റ് ലെറ്റർ സ്മോൾ ലെറ്റർ ആവാനും ശ്രദ്ധിക്കണം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ആരുടെ യൂണിറ്റ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്? ടൈമിന്റെ യൂണിറ്റ്. നമുക്കറിയാം, ടൈമിനെ നമ്മൾ ഒരുപാട് രീതിയിൽ പറയില്ലേ? ഹവർ, മണിക്കൂറിൽ പറയാറുണ്ട്, മിനിറ്റിൽ പറയാറുണ്ട്, സെക്കൻഡിലൊക്കെ നമ്മൾ ടൈമിനെ പറയാറുണ്ട്. അപ്പം ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലുള്ള ബന്ധങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. മണിക്കൂറും മിനിറ്റും സെക്കൻഡൊക്കെ തമ്മിൽ ഒരുപാട് റിലേഷൻ ഉണ്ടല്ലേ? നോക്കിയോ, 1 ഡേ എന്ന് പറയുന്നത് 24 hours ആണ്. ഒരു ദിവസം എന്ന് പറയുന്നത് 24 മണിക്കൂറാണ്. നമുക്കറിയാം അല്ലേ? 24 മണിക്കൂർ ചേർന്നാണ് ഒരു ദിവസം. ആൻഡ് 1 hour is equal to 60 minutes. 60 മിനിറ്റ് ചേർന്നതാണ് ഒരു മണിക്കൂർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 1 minute is equal to 60 seconds. 60 സെക്കൻഡ് ചേർന്നതാണ് ഒരു മിനിറ്റ്. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഈ ചാപ്റ്ററിൽ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ കാര്യം നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഹവർ, മിനിറ്റ്, സെക്കൻഡ് എന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇതിൽ നിന്നും ഏതാണ് ടൈമിന്റെ അല്ലെങ്കിൽ സമയത്തിന്റെ ബേസിക് യൂണിറ്റ് അല്ലെങ്കിൽ അടിസ്ഥാന യൂണിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏതെഴുതും? നിങ്ങൾ എഴുതി കൊടുക്കണം ദാറ്റ് ഈ സെക്കൻഡ് ആണെന്ന്. സെക്കൻഡ് കേട്ടോ, സെക്കൻഡ് എസ് എന്ന ലെറ്റർ കൊണ്ടാണ് നമ്മളതിനെ ഡിനോട്ട് ചെയ്യാറ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പം നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന ആളാണ് ടെമ്പറേച്ചർ, താപനില അല്ലേ? നമ്മൾ ഒരുപാട് യൂണിറ്റ്സ് കേട്ടിട്ടുണ്ട്. എസ്പെഷ്യലി നമ്മൾ ചൂട് കാലത്ത് ന്യൂസിലൊക്കെ ഇങ്ങനെ വരുന്നു അല്ലേ? കുറച്ച് മുന്നേ ഭയങ്കര ചൂടായിരുന്നു അല്ലേ? ആ സമയത്തൊക്കെ ന്യൂസിൽ വരുമായിരുന്നു, സംസ്ഥാനത്ത് ഇന്നത്തെ താപനില 49 ഡിഗ്രി സെൽഷ്യസ് അല്ലെ, അതികഠിനമായ ചൂട് അനുഭവപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു യൂണിറ്റ് കേൾക്കുമായിരുന്നു, ഡിഗ്രി സെൽഷ്യസ് എന്നല്ലേ? ഡിഗ്രി സെൽഷ്യസ്. അതുപോലെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കെൽവിൻ എന്ന് പറഞ്ഞ മറ്റൊരു യൂണിറ്റ്. വേറെ ഉണ്ട് കേട്ടോ, ഫാരൻഹീറ്റ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് യൂണിറ്റ്സ് ഇനിയുണ്ട് ഒരുപാട് കേട്ടോ. അപ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട യൂണിറ്റ്സുകളെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പം ഇതിൽ നിന്നും ഏതാണ് ബേസിക് യൂണിറ്റ് അല്ലെങ്കിൽ അടിസ്ഥാന യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ താപനിലയുടെ അടിസ്ഥാന യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ആരെ ചൂസ് ചെയ്യണം? കെൽവിനെ ചൂസ് ചെയ്യണം. കെൽവിൻ കേട്ടോ, കെൽവിൻ. ഓക്കെ, അപ്പം മറന്നു പോകരുത്. നെക്സ്റ്റ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഓൾസോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിഞ്ഞിരിക്കുന്ന ഒരാളാണ് മാസ് എന്ന് പറയുന്നത് അല്ലേ? മാസിന് ഇഷ്ടം പോലെ യൂണിറ്റുകളുണ്ട്. ഗ്രാം, മില്ലിഗ്രാം, കിലോഗ്രാം, ടൺ, ക്വിൻ്റൽ എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടം പോലെ യൂണിറ്റ്സുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? ഏതൊക്കെയാണോ മക്കളെ ഞാൻ പറഞ്ഞത്? മില്ലിഗ്രാം കേട്ടിട്ടുണ്ട്, ഗ്രാം കേട്ടിട്ടുണ്ട് അല്ലേ? കിലോഗ്രാം കേട്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ സിമ്പിൾസ് ആണ് കേട്ടോ അപ്പം ഞാൻ എഴുതുന്നത്. കിലോഗ്രാം കേട്ടിട്ടുണ്ട്, പിന്നെ ടണ്ണ് കേട്ടിട്ടുണ്ട് അല്ലേ? ടണ്ണ് കേട്ടിട്ടുണ്ട്, ക്വിൻ്റൽ കേട്ടിട്ടുണ്ട് നിങ്ങൾ അല്ലേ? ക്വിൻ്റൽ കേട്ടിട്ടുണ്ട്, ടണ്ണ് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഇഷ്ടം പോലെ യൂണിറ്റ്സുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പം ഇതിൽ നിന്നും ഏതാണ് മാസിൻ്റെ ബേസിക് യൂണിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏതായിരിക്കും ചൂസ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. ഞാൻ നോക്കും എത്ര പേർക്ക് കറക്റ്റായിട്ട് അത് അറിയാമെന്നുള്ളത്. ഏകദേശം എല്ലാവർക്കും ഇത് അറിയാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. സോ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഡിയേഴ്സ്. ബൈ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.